അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് സങ്കടത്തോടെ അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അലിയേ, നിങ്ങളെ കൊതിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പ വളർത്തിയ മകള് പറഞ്ഞ മറുപടി എന്താ? അലിയേ, ഈ മണിയറക്കകത്ത്, ഈ റൂമിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട്, എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ? ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ. അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത്. അലിയാര് തങ്ങളെ ചോദിച്ചു, ഫാത്തിമ ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമ? ഇതാതിരാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാണോ? എന്തേ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത്? കരയല്ലേ ഫാത്തിമ. അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ദുനിയാവിലല്ല, മണിയറ ഒരുക്കേണ്ടത് ദുനിയാവിലല്ല. ഈ മേപ്പാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ, എടാ, മണിയറ ഒരുക്കാൻ 5 നയാ പൈസ നീ ചെലവഴിക്കരുത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഒരാള് ഖബറിനകത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. മോനെ, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ ജനാസ ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ